നമസ്കാരം. ഗണേഷ് കുമാർ ചാണ്ടി ഉമ്മൻ തർക്കം മുറുകുമ്പോൾ ഇടപെടാൻ കോൺഗ്രസ് നേതൃത്വം. ഗണേഷ് കുമാർ അന്തരിച്ച നേതാവിനെതിരെ അവാസ്തവം പ്രചരിപ്പിക്കുന്നുവെന്നും ശക്തമായി നേരിടാനാണ് കോൺഗ്രസിന്റെ തീരുമാനമെന്നും നേതൃത്വം പറയുന്നു. മരിച്ചിട്ടും ഉമ്മൻചാണ്ടിയെ വേട്ടയാടാനുള്ള ശ്രമം നോക്കി നിൽക്കില്ലെന്നും കോൺഗ്രസ് വ്യക്തമാക്കി. ഗണേഷ് ഉമ്മൻചാണ്ടിയോട് നെറികേട് കാണിച്ചു, ഉമ്മൻചാണ്ടിയെ അനാവശ്യമായി വിവാദത്തിലേക്ക് വലിച്ചിഴച്ചുവെന്നും കോൺഗ്രസ് വിമർശിച്ചു. അവസാന നിമിഷം വരെ ഉമ്മൻചാണ്ടി ഗണേഷിനോട് മാന്യതയാണ് കാണിച്ചതെന്നും എന്നാൽ ഗണേഷ് കുമാറിൽ നിന്ന് അതുണ്ടായില്ല എന്നും കോൺഗ്രസ് വിമർശനം ഉന്നയിച്ചു. ഇതിനിടെ സോളാർ കേസുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ മന്ത്രി ഗണേഷ് കുമാറിനെ വെല്ലുവിളിച്ച് RSP നേതാവ് ഷിബു ബേബി ജോൺ രംഗത്തെത്തി. സോളാർ കേസിൽ ചാണ്ടി ഉമ്മൻ ചില സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു. സംഭവിച്ചതെല്ലാം മലയാളിക്ക് അറിയാമെന്നും അദ്ദേഹം പറഞ്ഞു. തന്റെ കുടുംബം തകർത്തത് ഉമ്മൻചാണ്ടിയാണെന്ന് ഗണേഷ് കുമാർ പറയുന്നു. നമ്മളെല്ലാം മനുഷ്യരാണെന്ന കാര്യം ഗണേഷ് ഓർക്കണമായിരുന്നു. എല്ലാ അവഹേളനങ്ങളും സഹിച്ചാണ് ഗണേഷ് കുമാറിന് വേണ്ടി ഉമ്മൻചാണ്ടി ഇടപെട്ടിരുന്നത്. മറവി ഒരു സൗകര്യമാണെങ്കിലും ഇവിടെ തെളിവുകളുണ്ട്. മരണപ്പെട്ട ഒരു വ്യക്തിയെക്കുറിച്ചുള്ള പരാമർശം ദൗർഭാഗ്യകരമാണ്. ഉമ്മൻചാണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഗണേഷ് അത് പറയട്ടെ, അതിനുള്ള ആർജവം ഗണേഷ് കുമാർ കാണിക്കണമെന്നും ഷിബു ബേബി ജോൺ തുറന്നടിച്ചു. എന്റെ കുടുംബത്തോട് ഗണേഷ് ഇങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും കരുതിയില്ല എന്ന് ചാണ്ടി ഉമ്മൻ പറഞ്ഞിടത്തു നിന്നാണ് ഗണേഷ് കുമാർ ഉമ്മൻചാണ്ടി വിഷയം വീണ്ടും കുത്തിപ്പൊങ്ങിയത്. പത്തനാപുരം മാങ്കോട് ജംഗ്ഷനിൽ നടന്ന UDF പൊതുസമ്മേളനത്തിലാണ് ചാണ്ടി ഉമ്മൻ വികാരധീനനായി സംസാരിച്ചിരുന്നത്. സോളാർ കേസിന് പിന്നിൽ ഗണേഷ് കുമാറും CPM നടത്തിയ ഗൂഢാലോചനയാണെന്ന് ചാണ്ടി ഉമ്മൻ തുറന്നടിച്ചിരുന്നു. ബാലകൃഷ്ണപിള്ളയെ പിതാവിനെ പോലെയാണ് ഉമ്മൻചാണ്ടി കണ്ടിരുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഗണേഷിന്റെ അമ്മയെ താൻ ആന്റി എന്നായിരുന്നു വിളിച്ചിരുന്നത്. അപ്പൻ ഗണേഷിനെ അത്രമേൽ സ്നേഹിച്ചിട്ടും തിരിച്ചു നീചമായ പ്രവൃത്തികളാണ് ഉണ്ടായതെന്ന് ചാണ്ടി ഉമ്മൻ തുറന്നടിച്ചപ്പോൾ ഗണേഷ് കുമാർ ഇതിന് മറുപടിയുമായി ഇന്നലെ വന്നു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്നെ ദ്രോഹിക്കുകയും കുടുംബം തകർത്ത് സകലതും പിടിച്ചുവാങ്ങി മക്കളെയും തന്നെയും വേർപിരിക്കാൻ മധ്യസ്ഥത വഹിക്കുകയും ചെയ്തുവെന്നായിരുന്നു ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ ആരോപണം. രണ്ടു മക്കളെയും തന്നെയും വേർപിരിച്ചത് ഉമ്മൻചാണ്ടിയാണെന്നും ഗണേഷ് കുമാർ ആരോപിച്ചിരുന്നു. ഒരു നല്ല മനുഷ്യനും കുടുംബസ്ഥനുമായിരുന്നെങ്കിൽ ഉമ്മൻചാണ്ടി ഞങ്ങളെ യോജിപ്പിക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നതെന്നും ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു. നെല്ലിയാമ്പതിയിലെ വനഭൂമി പതിച്ചുകൊടുക്കാൻ കൂട്ടുനിൽക്കാത്തതിന്റെ പേരിലാണ് 2003 മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നതെന്നും ഗണേഷ് കുമാർ ആരോപിച്ചു. 2013 ഉമ്മൻചാണ്ടി സർക്കാരിൽ വനം, കായികം, സിനിമാ വകുപ്പ് മന്ത്രിയായിരിക്കെയാണ് KB ഗണേഷ് കുമാർ രാജിവെക്കുന്നത്. ഗണേഷ് കുമാർ പറഞ്ഞതായിരുന്നില്ല പക്ഷേ ശരി. ആദ്യ ഭാര്യ ഗാർഹിക പീഡന പരാതി നൽകിയതിനെ തുടർന്നായിരുന്നു ഗണേഷ് കുമാറിനെ രാജിവെക്കേണ്ടി വന്നത്. തനിക്ക് ഭർത്താവിൽ നിന്ന് ക്രൂരമായ മർദ്ദനമേറ്റെന്ന് കാണിച്ച് പോലീസിലും മുഖ്യമന്ത്രിക്കും ഗണേഷ് കുമാറിന്റെ ആദ്യ ഭാര്യ പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്ന് പ്രതിപക്ഷം നിയമസഭയിലും പുറത്തും വലിയ പ്രതിഷേധം ഉയർത്തി. ആദ്യം രാജിവെക്കാൻ വിസമ്മതിച്ചുവെങ്കിലും ഭാര്യ രേഖാമൂലം പരാതി നൽകിയതോടെ ഗണേഷ് കുമാർ രാജിവെക്കാൻ നിർബന്ധിതനാവുകയായിരുന്നു. ഉമ്മൻചാണ്ടിക്കെതിരായ ആരോപണത്തിലും തനിക്കെതിരായ വിമർശനത്തിലും ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന് മറുപടിയുമായി ചാണ്ടി ഉമ്മൻ MLA പിന്നാലെ രംഗത്തെത്തിയിരുന്നു ഇന്നലെ. സത്യം കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാമെന്നും സത്യവിരുദ്ധമായി ഒന്നും പറഞ്ഞിട്ടില്ലെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞിരുന്നു. ആരെയും വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന ഒരു പരാമർശവും നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ്. അത് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യവുമാണ്. ആരോപണ പ്രത്യാരോപണങ്ങൾക്കില്ല എന്നും ചാണ്ടി ഉമ്മൻ വ്യക്തമാക്കിയിരുന്നു.